Hi friends, welcome to Earnest Academy YouTube classes. Assistant Motor Vehicle Inspector എക്സാമിൻ്റെ ഓൺലൈൻ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റായ തെർമൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റാണ്. നിങ്ങളുടെ സിലബസിൽ രണ്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, ഹൈഡ്രോളിക്സും ഫ്ലൂയിഡ് ഫ്ലോയും. അതിൽ ആദ്യത്തെ ഹൈഡ്രോളിക്സ് പോർഷനിൽ പ്രഷറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രഷറിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രഷർ ഓഫ് എ ലിക്വിഡ്? Pressure is the normal force exerted by a fluid per unit area. സിംപ്ലി നമ്മൾ പറയും പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അത് കോമൺലി എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ നോർമൽ എന്നതാണ്. നമ്മൾ ഒരു സർഫസിൽ നോർമലായിട്ടാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് വിൽ ഓൾവേസ് ആക്ട് നോർമൽ ടു ദി സർഫസ്. ആ പോയിന്റ് നോട്ട് ചെയ്യുക. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രഷറിൻ്റെ SI യൂണിറ്റാണ്. ഏത് സബ്ജക്റ്റിൽ ഏത് ക്വാണ്ടിറ്റി പഠിച്ചാലും അതിൻ്റെ SI യൂണിറ്റ് പഠിക്കാൻ ശീലിക്കുക. അപ്പോൾ നമ്മുടെ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ പാസ്കലാണ്, ഓർത്ത് വയ്ക്കുക. ഇതിൽ മെയിനായിട്ട് ഈ സ്ലൈഡിൽ ആകെ നോക്കേണ്ടത് നോർമൽ ടു ദ സർഫസിലായിരിക്കും പ്രഷർ ആക്ട് ചെയ്യുന്നത്. പിന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് രണ്ട് ലോസ് നമുക്കുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സിലബസിൽ പാസ്കൽ ലോ മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് രണ്ട് ലോസ് പഠിക്കണം, ഹൈഡ്രോസ്റ്റാറ്റിക് ലോയും പാസ്കൽസ് ലോയും. ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ്, സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഈസ് ദ പ്രഷർ വേരിയേഷൻ ഓൺ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് കണ്ടീഷനിലുള്ള പ്രഷർ വേരിയേഷൻ തരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് വെയ്റ്റ് ഡെൻസിറ്റി എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയോ എന്നറിയില്ല. വെയ്റ്റ് ഡെൻസിറ്റീനെ നമ്മൾ W അല്ലെങ്കിൽ ഗാമ എന്ന രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. എന്താണ് വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയ്റ്റ് പെർ വോളിയം. ഇവിടെ പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് ∂P/∂Z. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ്. സ്പെസിഫിക് വെയ്റ്റ് നമ്മൾ പറഞ്ഞു വെയ്റ്റ് ബൈ വോളിയം. എങ്ങനെയാണ് ഈ റോജി വന്ന വെയ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. M/G/വോളിയം. അപ്പോൾ M/വോളിയം എന്ന് പറയുന്ന മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ഡെൻസിറ്റി. അപ്പം സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്ന റോജി. ഇതിൽ നിന്നും നമുക്ക് ബേസിക് ഇക്വേഷനിൽ നിന്നും പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് നിൽക്കണ്ട, നിങ്ങൾ ഡയറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. സ്പെസിഫിക് വെയ്റ്റ് ഈക്വൽ ടു റോ ഇൻറ്റു G. റോ എന്ന് പറയുന്ന ഡെൻസിറ്റിയാണ്, G എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇനി എന്താണ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? ഈ ഇതിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണ് P ഈക്വൽ ടു റോ GH. Here P is the pressure, rho is the density, G acceleration due to gravity, H എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കണ്ടെയ്നറിൽ ഇവിടം വരെ വാട്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എടുക്കേണ്ടെങ്കിൽ ഈ H ഡിസ്റ്റൻസിനെ, ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. P ഈക്വൽ ടു റോ GH. മറ്റൊന്നെന്ന് പറയുന്നത് പ്രഷർ ഹെഡ്. നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഹെഡിനെ കുറിച്ച്. അപ്പോൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മുടെ P ഈക്വൽ ടു റോ GH എന്നില്ല, ഹൈറ്റിനെ ഹെഡിനെ അവിടെ നിർത്തിയിട്ട് P/ρg എന്ന് എഴുതുന്നു. അതിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഈ Hനെയാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എനർജി പെർ വെയ്റ്റ് ആണ്. നമ്മൾ ബെർണോളിസ് ഇക്വേഷനിലൊക്കെ കാണുമ്പോൾ പറയും എനർജി പെർ വെയ്റ്റിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ എനർജി പെർ വെയ്റ്റ് റോ G. ഇനി ഓർക്കേണ്ടത്, ഇൻ കേസ് നിങ്ങൾക്ക് പ്രഷർ ഹെഡിൻ്റെ യൂണിറ്റ് ചോദിക്കാം, SI യൂണിറ്റ് എന്താണ്? അപ്പോൾ ചില കുട്ടികൾക്ക് പ്രഷർ ഹെഡ് P/ρg എന്ന് പറഞ്ഞിട്ട് പ്രഷറിൻ്റെ യൂണിറ്റ് എഴുതി, റോയിൻ്റെ യൂണിറ്റ് എഴുതി, Gൻ്റെ യൂണിറ്റ് എഴുതി ഒത്തിരി ടൈം പോകും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H ആണ്. Hൻ്റെ യൂണിറ്റ് എന്താണ്? ഡെപ്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അത് തരുന്നത് മെഷർമെൻ്റ് ആണ്. P ഈക്വൽ ടു റോ GH. അറ്റ്ലീസ്റ്റ് ആ ലോയുടെ പേരെങ്കിലും പഠിച്ചു വയ്ക്കുക. ആ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കണം. P ഈക്വൽ ടു റോ GH. അതുപോലെ തന്നെ ആ റോ G എന്ന് പറയുന്ന വെയ്റ്റ് ഡെൻസിറ്റിയാണ്. ഇത്രയാണ് പഠിക്കേണ്ടത്. പിന്നെ പ്രഷർ ഹെഡ് എന്ന് പറയുന്ന P/ρg ഈക്വൽ ടു H. അടുത്ത നമുക്ക് നോക്കേണ്ടത് പാസ്കൽസ് ലോ ആണ്.
അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കുക. ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിൻറ്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് എക്സേർട്ടഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് എക്സ് ഡയറക്ഷൻ ആയിക്കോട്ടെ, വൈ ഡയറക്ഷൻ ആയിക്കോട്ടെ, ഇസഡ് ഡയറക്ഷൻ ആയിക്കോട്ടെ, ഏത് ഡയറക്ഷൻ ആയാലും അതിലുണ്ടാവുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും. അതായത് പി എക്സ് ഈക്വൽ ടു പി വൈ ഈക്വൽ ടു പി ഇസഡ്. അതാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് ചോദിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ലോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു വയ്ക്കുക. അല്ല നോട്ട് ചെയ്യണം, നമ്മൾ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ വെച്ചിട്ടാണ് പാസ്കൽസ് ലോ പറയുന്നത്, റെസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട്. അതും നോട്ട് ചെയ്യുക. കീ പോയിൻറ്റ്സ് ആണ് റെഡിൽ കൊടുത്തേക്കുന്നത്, ആ പ്രത്യേകം അത് നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്ക് പറയാം ഹൈഡ്രോളിക് മെഷീൻ. അതായത് ഹൈഡ്രോളിക് ജാക്ക് ആവാം, ഹൈഡ്രോളിക് ബ്രേക്ക് ആവാം, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എല്ലാം. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വാല്യൂസാണ്. ഈ വാല്യൂസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, ഇത്രയേ ഉള്ളൂ. അറ്റ് 1 atmospheric pressure അറ്റ് മീൻ സീ ലെവൽ. നമ്മൾ യൂഷ്വലി മീൻ സീ ലെവൽ എന്ന് പറയുന്നത് ഡേറ്റുമായിട്ട് എടുത്തിട്ട് 1 atmospheric pressure എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് മാറി മാറി ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ 1 atmospheric pressure 1 atm എന്ന് പറയുന്നത് നമുക്ക് പറയാം കറക്റ്റ് പെർഫെക്റ്റ് വാല്യൂ ആണെങ്കിൽ 101.3 കിലോ പാസ്കൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം 100 കിലോ പാസ്കൽ. അങ്ങനെയാണെങ്കിൽ 100 കിലോ പാസ്കലിന് നമുക്ക് എന്ത് എഴുതാം? 100 ഇൻറ്റു കിലോ മാറ്റിയിട്ട് 10⁻³ അതായത് 10⁵5 പാസ്കൽ. അപ്പോൾ ആദ്യത്തെ 3 വാല്യൂസും പഠിച്ചു. അറ്റ്ലീസ്റ്റ് ഇത് പഠിക്കാൻ പറ്റാത്തവർ പഠിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഈ വാല്യൂ പഠിക്കാം. 10⁵5 പാസ്കൽ, 1 atmospheric pressure 10⁵5 പാസ്കൽ. അതിനുശേഷം നമ്മൾ ലോ പ്രഷർ മെഷർ ചെയ്യുന്ന 1 atmospheric pressure എന്ന് പറയുന്ന 1 ബാർ ആയിരിക്കും. 1 atmospheric pressure എന്ന് പറയുന്ന 1 ബാർ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രിട്ടീഷ് യൂണിറ്റായ പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചിൽ 1 atmospheric pressure എത്രയാണ്. അപ്പോൾ 1 atm എന്ന് പറയുന്ന 14.7 പൗണ്ട് സ്ക്വയർ ഇഞ്ചാണ്. ഇതെന്ന് പറയുന്ന പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചാണ്. അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആണ്, അതായത് P/ρg ഹെഡ് ടേംസിൽ. അപ്പോൾ 1 atmospheric pressure ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ നമുക്ക് പറയാം 10.3 മീറ്റർ ഓഫ് വാട്ടർ. ഇത് ആക്ച്വലി P/ρgയിൽ P ഇക്വേഷനിൽ റോയ്ക്കും ജിക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. പക്ഷേ നമുക്ക് അത്രയും സമയം പോകും, അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് തന്നെ വയ്ക്കുക. ചോദിക്കാറുണ്ട്, റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ടറിൻ്റെ 10.3 മീറ്റർ ആണ്. ഇൻ കേസ് അത് മെർക്കുറി ആകുമ്പോൾ 760 mm ഓഫ് മെർക്കുറി. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് 760 mm ഓഫ് മെർക്കുറി, അല്ലെങ്കിൽ നമുക്ക് പറയാം 760 ടോറ്. വളരെ ചെറിയ പ്രഷറിനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് ടോറ്. ഒരു ടോറെന്ന് പറയുന്ന 1 mm ഓഫ് മെർക്കുറിയാണ്. അതും അറിഞ്ഞേക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വാല്യൂസ് എന്തായാലും പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 1 atmospheric pressure എന്ന് പറയുന്നത് 101.3 കിലോ പാസ്കൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം 10⁵5 പാസ്കൽ. പിന്നെ 1 atmospheric pressure 1 ബാറാണ്. പിന്നെ 14.7 പൗണ്ട് സ്ക്വയർ പെർ സ്ക്വയർ ഇഞ്ചാണ്. പിന്നെ ഇൻ ടേംസ് ഓഫ് വാട്ടറും ഇൻ ടേംസ് ഓഫ് മെർക്കുറിയുടെ ഹൈറ്റിലും നമ്മൾ പറയുന്നു 10.3 മീറ്റർ ഓഫ് വാട്ടറും പിന്നെ 750 mm ഓഫ് മെർക്കുറി, 760 mm ഓഫ് മെർക്കുറി. അത് 1 mm ഓഫ് മെർക്കുറി 1 ടോറാണ്. അപ്പോൾ 760 ടോർ. ഓക്കെ, ഇതിൻ്റെ ബേസിക്സിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു വാട്ടർ കോളം ഹെഡ് ഓഫ്. ഞാൻ പറഞ്ഞില്ല, വാട്ടർ കോളം ഹെഡിൻ്റെ ടേംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 10.3 മീറ്റർ. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ, ആ വാല്യൂ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എക്സാമിന് ചെയ്യാൻ പറ്റും. 10.3 മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ആണ്. 3 പ്രോബ്ലം നോക്കാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ വാട്ടർ അറ്റ് എ ലെവൽ ഓഫ് 10 മീറ്റർ ബിലോ ഫ്രീ സർഫസ്. ഒരു ഫ്രീ സർഫസിൽ നിന്നും നമ്മൾ എപ്പോഴും പ്രഷർ എടുക്കുന്ന ഫ്രീ സർഫസിൽ നിന്നും താഴോട്ടാണ്. അപ്പോൾ 10 മീറ്റർ ബിലോ എന്നതിൽ നിന്ന് എത്രയാണ് പ്രഷർ? പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ എന്ന് ചോദിക്കാം. രണ്ടും സെയിം ആണ്. പ്രഷർ എന്ന് പറയുന്നത് P = ρ × G × H. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിയുടെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാസ്കൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് പാസ്കൽ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. റോഡ് യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് എത്രയാണ് സ്റ്റാൻഡേർഡായിട്ട്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, മാസ് പെർ യൂണിറ്റ് വോളിയം. ജിയുടെ യൂണിറ്റ് ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മുടെ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിംപ്ലി പ്രോബ്ലംസിൽ 10 എന്നും എടുക്കാറുണ്ട്. എച്ചിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം മീറ്റർ. ഇത് പറയാൻ കാരണം അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ യൂണിറ്റിൻ്റെ പ്രാധാന്യം.
അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ് ഇക്വേഷനാണ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. P = ρgh എച്ചിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഓപ്ഷനും കൂടെ നോക്കുക. ഇവിടെ നോക്കൂ 981 എന്ന ടേംസിലാണ്, അതായത് നമ്മുടെ ജിയുടെ വാല്യൂ 10 കൊടുക്കണ്ട, പകരം 9.81 കൊടുക്കണം. അപ്പോൾ P = ρgh P എന്ന് പറയുന്ന റോ വാട്ടറിൻ്റെ റോയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് അത് പഠിച്ചു വയ്ക്കണം, 1000 kg/m³. 1000 ഇനി ജിയുടെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ 9.81 ആണ്. 9.81 ഇൻറ്റു എച്ച് എത്രയാണ് 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 98100 എന്ന് കിട്ടും. 98100 എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന പാസ്കൽ അല്ലെങ്കിൽ Nm/m². സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഇതിൻ്റെ ആൻസർ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രോബ്ലം തന്നെയാണ്, ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൂടി നമുക്ക് നോക്കാം. The height of water column equivalent to pressure 2 kg/cm². ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടട്ടെ അതിൻ്റെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് എന്താണ് ചോദിച്ചേക്കുന്നത്, ഹൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത്, സെൻറ്റിമീറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രഷർ എടുക്കാം. പ്രഷർ എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്, 2 kg/cm² ആണ്. നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞായിരുന്നു എന്താണ് നമുക്ക് യൂണിറ്റ് വേണ്ടത്, Nm/m²ലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രഷർ 2 കിലോഗ്രാമിനെ ന്യൂട്ടൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കിലോഗ്രാം എന്ന് പറയുന്ന മാസ്സാണ്, ന്യൂട്ടൺ എന്ന് പറയുന്ന വെയിറ്റ് ആണ്. അപ്പോൾ മാസിനെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കിട്ടുന്നത്. സെയിം അത് തന്നെയാണ് ഇവിടെ 2 ന്യൂട്ടൺ ആക്കാൻ വേണ്ടി 2 × 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് Nm/cm². നമുക്ക് വേണ്ടത് എന്താണ്, സെൻറ്റിമീറ്റർ²ന് മീറ്റർ². അതായത് നമുക്കറിയാം 2 × 10 Nm/cm²ന് മീറ്റർ² ആക്കാൻ 10⁻²² അതറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടും 2 × 10⁵ Nm/m² എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പ്രഷർ. ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിനെ SI യൂണിറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഷർ നമ്മുടെ കയ്യിലുണ്ട്, 2 × 10⁵ എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്, നമുക്കറിയാം റോ എന്ന് പറയുന്ന 1000 ആണ്, ജി എന്ന് പറയുന്നത് ഇവിടെ 9.81 കൊടുക്കണ്ട, അപ്പോൾ കാൽക്കുലേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ 10 കൊടുത്താൽ മതി എച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് എത്ര കിട്ടും, ഇവിടെ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ, 10⁵ 1 2 3 4, അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 20 സെൻറ്റിമീറ്റർ അല്ല 20 മീറ്റർ. 20 മീറ്റർ കാരണം എന്താണ്, നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്ററിലാണ് പറയുന്നത്, അപ്പോൾ 20 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷനിൽ നോക്കിക്കോളൂ, സെൻറ്റിമീറ്ററിലാണ്, അതായത് 20 × 100 സെൻറ്റിമീറ്റർ, ദാറ്റ്സ് 2000 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓപ്ഷൻ സി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിനെ മാറ്റേണ്ടതാണ്, Nm/m² മാറ്റുക, ബാക്കിയെല്ലാം നമ്മുടെ പഴയ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം പ്രോബ്ലത്തിൽ നിന്ന്. The height of water column corresponding to pressure equivalent to 75 cm of mercury column is. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഇക്വലൻ്റ് ആണെന്ന്. ഇവിടെ 2 വാട്ടർ ഉണ്ട്, വാട്ടർ കോളം ഉണ്ട്, മെർക്കുറി കോളം ഉണ്ട്. പ്രഷർ ഇക്വലൻ്റ് ആണ്, അതായത് നമ്മുടെ മെർക്കുറിയുടെ പ്രഷറും നമ്മുടെ വാട്ടറിൻ്റെ പ്രഷറും ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം എത്രയാണ് നമുക്ക് എഴുതാം. ഗീവൺ കണ്ടീഷൻ എന്ന് പറയുന്ന മെർക്കുറി, പ്രഷറിൻ്റെ മെർക്കുറി, അതുപോലെ തന്നെ വാട്ടർ, ഇവിടെ തന്നേക്കുന്ന വാട്ടർ. ഇൻ കേസ് നമുക്ക് ഓയിലും തരാം, അത് ഡിപ്പെൻസ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുന്ന ഫോം മാറും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മെർക്കുറിയും വാട്ടറും ആണ് പറഞ്ഞിരിക്കുന്നത്. പി എന്ന് പറയുന്നത് എന്താണ്, റോ × ജി × എച്ച് ആണ്. ഈ എച്ച് എന്ന് പറയുന്നത് എല്ലാം ഇൻ ടേംസ് ഓഫ് മെർക്കുറി. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുമ്പോഴും റോ × ജി × എച്ച് ഇൻ ടേംസ് ഓഫ് നമ്മുടെ വാട്ടർ. ഇനി എന്താണ്, ജി എന്ന് പറയുന്നത് എന്താ, സെയിം ആണ്, അത് വെട്ടിപ്പോയി. നമ്മുടെ റോ ഓഫ് മെർക്കുറി അത് ഇമ്പോർട്ടൻ്റ് ആണ്. റോ ഓഫ് മെർക്കുറിനെ എങ്ങനെയാണ് നമ്മൾ, റോ ഓഫ് മെർക്കുറിനെ ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ നമുക്ക് എങ്ങനെ എഴുതാം. റോ ഓഫ് മെർക്കുറി എന്ന് പറയുന്ന അറിയാമെന്ന് വിശ്വസിക്കുന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി × റോ ഓഫ് വാട്ടർ ആണ് അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ, സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ആ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. നമ്മൾ ലിക്വിഡിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡായിട്ട് എടുക്കുന്ന വാട്ടറാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായാലും സെയിം ആയിരിക്കും, നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ദാറ്റ്സ് 1000 kg/m³. ന്യൂമറേറ്റർ നമുക്ക് എടുക്കേണ്ട ലിക്വിഡ് ഹിയർ നമ്മുടെ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, മെർക്കുറിയാണ്. ഓക്കെ, അപ്പോൾ റോ ഓഫ് വാട്ടർ അല്ല, റോ ഓഫ് മെർക്കുറി.
റോ ഓഫ് വാട്ടർ എന്തായാലും നമുക്കറിയാമല്ലോ 1000 kg/m³. അപ്പോൾ റോ ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 13.6. അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1. അതും ചോദിക്കാറുണ്ട്. സിമ്പിളാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് 1 ആയിട്ട് വരുന്നു. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്. അപ്പോൾ 13.6 ഇൻറ്റു റോ ഓഫ് വാട്ടർ. ഓക്കെ, റോ ഓഫ് വാട്ടർ 1000 kg/m³. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം റോ ഓഫ് മെർക്കുറി എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഓഫ് വാട്ടർ ഇൻറ്റു ഹൈറ്റ് ഓഫ് മെർക്കുറി. ഹൈറ്റ് ഓഫ് മെർക്കുറി നമുക്ക് തന്നിട്ടുണ്ട് 75 cm, അല്ലെങ്കിൽ നമുക്ക് പറയാം 0.75 മീറ്റർ. ഇനി റോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 1000 kg/m³. ഹൈറ്റ് ഓഫ് വാട്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് വാട്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ റോ ഓഫ് വാട്ടറും പോയി 13.6 ഇൻറ്റു 0.75 നമുക്ക് ചെയ്യുമ്പം ഇൻ ടേംസ് ഓഫ് മീറ്ററിൽ നമുക്ക് ഹൈറ്റ് ഓഫ് വാട്ടർ കിട്ടും. നമുക്കതിനെ 10.2 മീറ്റർ എന്ന് കിട്ടും. 10.2 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് ആൻസർ വേണ്ടത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ 1020 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ 3 പ്രോബ്ലം വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാം. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഡ്യൂ ടു വാട്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു. നമ്മളിപ്പോൾ പ്രഷർ എന്ന ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിംപ്ലി അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഇന്ന് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഏത് പഠിക്കുമ്പോഴും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? P=ρgh. ഹെൻസ് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് ഓഫ് വാട്ടർ. വെലോസിറ്റി അല്ല, ടെമ്പറേച്ചർ അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രഷർ എന്ന ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇൻഫോർമേറ്റീവായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.